أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. سبحان الله. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രഹസ്യ ജീവിതത്തിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീകളായി ജീവിച്ച് മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ 27 രാപ്പകലുകൾ ജീവിക്കാനുള്ള മഹത്തായ സൗഭാഗ്യത്തിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ 4ാമത്തെ വെള്ളിയാഴ്ചയിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇനിയൊരു വെള്ളിയാഴ്ച ഇതുപോലെ ഞാനും നിങ്ങളും കണ്ടുമുട്ടുന്നുവെങ്കിൽ അത് റമദാനിലല്ല, അത്
ശവ്വാലിലായിരിക്കും. പരിശുദ്ധ റമദാൻ 1-2 ദിവസം കഴിഞ്ഞാൽ ഞായറാഴ്ച മഗ്‌രിബിന്റെ ബാങ്കിന്റെ സമയം മുതൽ അസ്തമയം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് 1 മണിക്കൂറോളം കേരളം മുഴുവൻ നിലാവുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 മണിക്കൂറോളം കേരളത്തിൽ നിലാവുണ്ട്. സൂര്യൻ അസ്തമിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ അസ്തമിക്കുക. അതുകൊണ്ട് തന്നെ 99.9% പെരുന്നാൾ തിങ്കളാഴ്ചയാകാനാണ് എല്ലാവിധ സാധ്യതകളും. 100% എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ റമദാനിൽ ഇനി നമ്മളിൽ ബാക്കിയുള്ളത് 2 രാവും 2 പകലുമാണ്. 2 രാവും 2 പകലുകളുമാണ്. നമ്മൾ ആലോചിച്ച ഒരു വെള്ളിയാഴ്ച ഈ റമദാനിലില്ല, ഇനിയൊരു വ്യാഴാഴ്ച ഈ റമദാനിലില്ല, ഇനിയൊരു ബുധനാഴ്ച ഈ റമദാനിലില്ല, ഇനിയൊരു ചൊവ്വാഴ്ച ഈ റമദാനിൽ ഇല്ല. തിങ്കളാഴ്ച പെരുന്നാളായാൽ ഇനിയൊരു തിങ്കളാഴ്ചയും ഈ റമദാനിലില്ല. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് തീരുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. റമദാൻ നമ്മിലേക്ക് കടന്നു വന്നത് എത്രമാത്രം വേഗത്തിലാണോ അതിനേക്കാൾ വേഗത്തിൽ റമദാൻ കടന്നു പോകുന്ന കാഴ്ച അതിന് സാക്ഷികളായവരാണ് നമ്മളെല്ലാവരും. എല്ലാവരും പറയും എത്ര വേഗമാണ് റമദാൻ കടന്നു വന്നത്, എത്ര വേഗമാണ് റമദാൻ കടന്നു പോയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തഖൂമു സ്സാഅ, ലോകാന്ത്യം സംഭവിക്കുന്നതല്ല, ഈ ലോകത്തിനൊരു അവസാനം ഉണ്ടാകുന്നതല്ല. ഹത്താ ഏതുവരെ യതഖാറബ സ്സമാൻ, കാലം ചുരുങ്ങുന്നത് വരെ എന്ന് പറഞ്ഞാൽ സമയം കുറയുന്നല്ല, സമയം വളരെ വേഗത്തിൽ കടന്നു പോകുന്നത് വരെ എന്ന് പറഞ്ഞാൽ സ്പീഡായിട്ട് പോവല്ല, അങ്ങനെ നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ്. വളരെ വേഗത്തിൽ കാലം കടന്നു പോകും. ഏതുപോലെ ഒരു വർഷം എന്നത് 1 മാസം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. 1 മാസം എന്നത് 1 ആഴ്ച പോലെ നിങ്ങൾക്ക് തോന്നുകയാണ്. 1 ആഴ്ച എന്നത് 1 ദിവസം പോലെ. 1 ദിവസം എന്നത് 1 മണിക്കൂർ പോലെ. 1 മണിക്കൂർ എന്നാൽ 1 തീപ്പൊരി പാറുന്നത് പോലെ. അത്ര വേഗത്തിൽ കാലം നിങ്ങളിലൂടെ കടന്നു പോകുന്നത് വരെ ഈ ലോകത്തിൽ അവസാനം ഉണ്ടാകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ അവസ്ഥയിലാണ് ഇന്ന് നമ്മളെല്ലാവരും. പരമാവധി അടിച്ച് ഒതുങ്ങി ഇരുന്ന് കൊടുത്താൽ ഇനി ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ നല്ല ഗ്യാപ്പുണ്ട്, കയറിയിരിക്കുക. സോഫ് പൂർത്തിയാക്കി ഇരുന്നാൽ ആളുകൾ വന്ന് സ്ഥലം ഇല്ലാതെ കരുതി നോക്കിയിട്ട് പിന്നെ തിരിച്ചു പോകണം. പരമാവധി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കൊടുക്കും. ഇരിക്കണോടത്തൊന്നും ഒന്ന് അനങ്ങി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരാൾ അനങ്ങളെ കണ്ടില്ല. പരമാവധി കയറി ഒന്ന് ഇരുന്ന് കൊടുക്കുക, സഹകരിക്കുക. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മോളിൽ പോയി ഇരിക്കണേക്കാളും പൂതി റമദാനല്ലേ, ലാസ്റ്റ് വെള്ളിയാഴ്ചയല്ലേ, ഇവിടെ വന്ന് ഇരുന്ന് നേരിട്ട് കണ്ട് കേട്ട് ഒരു ഖുത്ബ കേൾക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി വരുന്ന ഒരുപാട് മനസ്സിന്റെ ആളുകൾ ഉണ്ടാവും. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ താമസിച്ചത്, നമുക്കറിയില്ല. അല്ലാഹു നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ കാലം വളരെ വേഗത്തിൽ നിങ്ങളിലൂടെ കടന്നു പോകുന്നത് വരെ ലോകത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ വേഗത്തിലാണ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എല്ലാം നമ്മിലൂടെ കടന്നു പോകുന്നത്. ആ റമദാൻ വന്നു തീർന്നു. റമദാനിന്റെ തുടക്കം, റമദാനിനെ സ്വീകരിക്കാൻ എത്രമാത്രം സന്തോഷവും ആവേശവും താല്പര്യവും അഭിനിവേശവും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, അതേ ആവേശം റമദാൻ വിട പറയുമ്പോൾ നമുക്കുണ്ടോ? എങ്ങനെ ഉണ്ടാകും? നന്മയുടെ ആധിക്യമുണ്ടെങ്കിൽ ഉണ്ടാകും. റമദാനിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളിയതുപോലെ, റമദാനിനെ പുൽകാനായി ഞാനും നിങ്ങളും തയ്യാറെടുത്തതുപോലെ ഈ റമദാനിനെ വിട പറയുമ്പോ വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ, നിർവൃതിയോടെ
അസ്സലാമു അലൈക യാ ശഹ്റു റമദാൻ. പരിശുദ്ധ റമദാനിന് നല്ലൊരു സെൻഡ് ഓഫ് നൽകാൻ, നല്ല ഒരു വിട പറയൽ, ആ റമദാനിനെ നല്ല രൂപത്തിൽ പറഞ്ഞേക്കാൻ എത്ര ആളുകൾക്ക് കഴിയും? റമദാനിനെ സ്വീകരിച്ചതുപോലെ നല്ല മനസ്സോടുകൂടി പരിശുദ്ധ റമദാനിനെ നല്ല നിലക്ക് പറഞ്ഞേക്കാൻ എത്ര ആളുകൾക്കാണ് സാധിക്കുക? റമദാൻ വരുന്നതിന് മുമ്പ് ഒരുപാട് ചെയ്യണമെന്ന് ഞാനും നിങ്ങളും വിചാരിച്ചതാണ്. റമദാനിന്റെ തുടക്കത്തിൽ സ്വരുക്കൂട്ടിയതാണ്, സങ്കല്പിച്ചതാണ്. ഇതാ റമദാൻ വിട പറയുകയാണ്. ഓരോന്നും ഞാനും നിങ്ങളും പരിശോധിക്കുക. ഈ റമദാനിൽ ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ എന്താണ് നേടിയത്? ഞാൻ എന്താണ് സമ്പാദിച്ചത്? എന്തിനായിരുന്നു റമദാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിൽ എന്തിനാണ് എന്നോട് നിങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നിർബന്ധമാക്കിയതുപോലെ ഇതാ നോമ്പ് നിങ്ങളുടെ മേൽ നാം നിർബന്ധമാക്കിയിരിക്കുകയാണ്. ലഅല്ലകും തത്തഖൂൻ, എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ്, മുത്തഖീകളായി മാറാൻ വേണ്ടിയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം, ദൈവികമായ സ്മരണ, പകലാകട്ടെ രാത്രിയാകട്ടെ, രാത്രിയുടെ ഇരുട്ടിന്റെ മറവിലാകട്ടെ, എന്നെ കാണുന്ന ഒരു റബ്ബുണ്ട് എന്ന ബോധം ഈ റമദാനിലൂടെ നേടിയെടുക്കാൻ നമ്മിൽ എത്ര ആളുകൾക്കാണ് സഹോദരങ്ങളെ സാധിച്ചത്? എത്ര ആളുകൾക്ക് സാധിച്ചു? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഖലീഫ, ഭരണാധികാരി ഖലീഫ ഉമർ രാത്രി ഇങ്ങനെ പ്രജകളുടെ സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മയുടെയും മകളിന്റെയും വർത്തമാനം. പാല് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബം. ഉമ്മ മോളോട് പറയാ, മോളെ പാലിൽ അല്പം വെള്ളം ചേർക്കുക. ആ മകള് പറയുകയാണ്, ഉമ്മ പാലിൽ വെള്ളം ചേർക്കരുത് എന്ന്. ഭരണാധികാരി ഖലീഫ ഉമറിന്റെ പ്രത്യേകമായ കൽപ്പന, നിർദ്ദേശമുണ്ടല്ലോ. ആ ഉമ്മ പറയാണ്, മോളെ, ഈ പാലിന് ആ സമയത്ത് നീ പാലിൽ വെള്ളം ചേർത്താൽ അത് എങ്ങനെയാണ് ഭരണാധികാരിയായ ഖലീഫ ഉമർ കാണുക എന്ന് ചോദിക്കുമ്പോ ആ പാൽക്കാരിൽ പെൺകുട്ടി പറഞ്ഞൊരു മറുപടിയുണ്ട്. ഉമർ ഉറങ്ങുകയായിരിക്കാം, പക്ഷേ ഉമറിന്റെ റബ്ബിന് ഉറക്കമില്ല. ഇതാണ് തഖ്വ, ഇതാണ് സൂക്ഷ്മത. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും നോമ്പെടുക്കാൻ പറഞ്ഞത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു വാപ്പ മകന് നൽകുന്ന ഉപദേശമുണ്ട്. എന്താണെന്നറിയോ? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നതാ നിശ്ചയമായും കാര്യം, ഇൻ തഖു അലായിരുന്നാൽ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ അത്രമാത്രം നിസ്സാരമായ തൂക്കം, അത്രമാത്രം നിസ്സാരമായ ഒരു സംഗതിയാകട്ടെ. എന്നിട്ടോ ഫതകുൻ ഫീ സുഹറ, അതൊരു പാറയുടെ ഉള്ളിലോ, ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി, ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയിക്കൊള്ളട്ടെ, അല്ലാഹു കൊണ്ടുവരും. പടച്ചവൻ കാണാതെ ഒന്നു ചെയ്യലേ. എല്ലാ ദിവസവും നിസ്കാരത്തില് നമ്മൾ കേട്ടവരായിട്ടില്ലേ? എന്തായത്? ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാം അറിയുന്നവനാണ്, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ, എല്ലാ ഗൂഢതന്ത്രങ്ങളും അറിയുന്നവനാണ്. ആ റബ്ബിനെ പറ്റിക്കാൻ നമുക്ക് കഴിയുന്നതല്ല. വമാ യഅസുബു അൻ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന് തെറ്റിപ്പോകുന്നതല്ല, മറഞ്ഞു പോകുന്നതല്ല, അല്ലാഹുവിൽ നിന്ന് വിട്ടുപോകില്ല. മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർദി വലാ ഫിസ് സമാ, ഒരു കടുകുമണിയുടെ അത്രമാത്രം നിസ്സാരമായ സംഗതി ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെയാകട്ടെ, വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ, ആ കടുകുമണിയേക്കാൾ ചെറുതാകട്ടെ വലുതാകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാം ഒരു കിതാബിൽ രേഖപ്പെടുത്തപ്പെടാതെ ഇല്ല. അല്ലാഹു അറിയാത്തതായിട്ടൊന്നുമില്ല. ഫൈനി ഖരീബ്, നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ കൊടുക്കേണ്ട മറുപടി എന്താണ്? ഫഇന്നി ഖരീബ്,
ഇത്രമാത്രം നമ്മിലേക്ക് അടുത്തവനായ റബ്ബിനെ കുറിച്ചുള്ള ഒരു ഭയം, ഒരു സൂക്ഷ്മത ഈ റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു പരിധി വരെ നമുക്ക് സമാധാനിക്കാൻ അൽഹംദുലില്ലാ. ഈ റമദാൻ നമുക്ക് ഉപകരിച്ചു വന്നു. തഖ്വ ഉണ്ടാകാനാണ്, മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്. വഇജ്ജത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് അല്ലാഹു കബൂലാക്കുള്ളൂ. തഖ്വ ഇല്ലാത്തവന്റെ നോമ്പ് അല്ലാഹു വേണ്ട. ഒരു മാസം ഈ റമദാനിൽ നിങ്ങൾ ജീവിച്ചു, നിങ്ങൾ നിസ്കരിച്ചു, നിങ്ങൾ സക്കാത്ത് കൊടുത്തു, രാത്രി നിസ്കരിച്ചു, നിങ്ങൾ ഖിയാമുൽ ലൈൽ ചെയ്തു, ഇത്തികാഫ് ഇരുന്നു, ഖുർആൻ ഓതി, ദാനം ചെയ്തു. തഖ്വ ഇല്ലയോ? തഖ്വ ഇല്ലാത്തവന്റെ ഒന്നും അല്ലാഹു വേണ്ട. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു കബൂലാക്കുക. അല്ലാഹു സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? തഖ്വയുള്ള ആളുകളിൽ നിന്ന്. അപ്പോൾ തഖ്വ ഇല്ലയോ? നമ്മുടെ നമസ്കാരവും നോമ്പും എല്ലാം വെറുതെയായി എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, 2 ദിവസം കൂടിയുള്ള പരിശുദ്ധ റമദാൻ ദിനം ഏറിയാൽ പോകുന്നത് എന്ത് ചെയ്തു നമ്മൾ ആലോചിക്കണം. നാളെ പരലോകത്ത് പോയിട്ട് പടച്ചോനെ ഇവിടെ 1 ചെയ്യേണ്ട സ്ഥാനത്ത് ഞാനവിടെ 10 അല്ല 100 ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അവസരമില്ല. ചെയ്യേണ്ടത് ഇവിടെയാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഫഫ്അലൂ ഫഇന്നകുമുൽ യൗമ ഫീ ദാരിൽ അമലി വലാ ഹിസാബ് വഅൻതും ഗദൻ ഫീ ദാരിൽ ആഖിറതി വലാ അമല. നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങൾ പ്രയത്നിക്കുക. കാരണം നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ദാറുൽ അമലിലാണ്, പ്രവർത്തനത്തിന്റെ ലോകത്താണ്. വലാ ഹിസാബ, ഇവിടെ നിങ്ങൾക്കൊരു വിചാരണയില്ല. എന്നാൽ വഅൻതും ഗദൻ ഫീ ദാരിൽ ആഖിറതി വലാ അമല, നാളെയാകട്ടെ നിങ്ങൾ എവിടെയാണ്? പരലോക വസതിയിലാണ്. അത് ഹിസാബിന്റെ ലോകമാണ്. അവിടെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ പ്രവർത്തിക്കാനുള്ള അവസരം തുറന്ന ഇതാണ് ഈ ദുനിയാവാണ്, ഈ ജീവിതമാണ്, ഈ റമദാൻ. നമുക്ക് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70, 60-70 ഇടയിൽ നിന്നാണ്. അതിന്റെ മേപ്പോട്ട് കിട്ടിയാൽ ബോണസ് ആയിട്ട് കൂട്ടിയാൽ മതി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലേക്ക് ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ് 1000 കൊല്ലം. സുബ്ഹാനല്ലാഹ്. അന്നത്തേക്ക് ആയുസ് എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം. അതിന് മുമ്പുള്ള പ്രവാചകന്മാർക്ക് അതിനേക്കാൾ കൂടുതലാണ്. 2000, 4000 ഒക്കെ പറയപ്പെടുന്നത്, 5000 വരെ പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പൊ നമുക്ക് 63 ആയി. അപ്പൊ ഇവര് 1000 കൊല്ലവും 5000 കൊല്ലവും ജീവിച്ചിട്ട് അവർ ചെയ്ത നന്മ 63 കൊല്ലം കൊണ്ട് നേടിയെടുക്കണം. അതിനാണ് റമദാൻ. അവർക്കില്ലാത്ത ഒരുപാട് ഓഫറുകൾ നമുക്കുണ്ട്. അവർക്കില്ലാത്ത ഒരുപാട് ഓഫർ. ലൈലത്തുൽ ഖദ്ർ ഈ റമദാനിലാണ്. ലൈലത്തുൽ ഖദ്റിന്റെ പൊസിഷൻ എന്താ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ 83 വർഷവും 4 മാസവും അതിനേക്കാളും ഖൈറാണ്. നിങ്ങളുടെ ഇബാദത്തുകൾ ലൈലത്തുൽ ഖദ്റിന്റെ സമയവുമായി ഒത്തുവന്നാൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അവർ 1000 കൊല്ലം ജീവിച്ചിട്ട് നേടിയെടുത്ത നന്മ, അതിനേക്കാൾ കൂടുതൽ നന്മ 60-70 പ്രായമുള്ള ആയുസ്സുള്ള മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ ദുനിയാവ് അത്രയേ ഉള്ളൂ, വളരെ കുറച്ചാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ജീവിച്ച ആളുകളുടെ ഖബറിലാണ്, ബർസഖിലാണ്. ഇനി വരുന്ന റമദാനിൽ ഞാനും നിങ്ങളും ഉണ്ടാകില്ല എങ്കിൽ ഈ ഇവിടെ പറയുന്ന റമദാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അവസാന റമദാനായി മാറിയാലോ സഹോദരങ്ങളെ? എന്തുണ്ട് നമ്മുടെ കയ്യിൽ? അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ വിശ്വാസികളോട് അല്ലാഹു ചോദിക്കുകയാണ്, വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. തന്റെ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് അവൻ നടത്തിയത് എന്ന് ആലോചിക്കട്ടെ. നാളെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം, അതാണ് ഈ ഉദ്ദേശം. അല്ല നാളെ ശനിയാഴ്ച എന്നല്ല, ഈ നിമിഷം കഴിഞ്ഞു, ഇത് തൊട്ടടുത്ത നിമിഷം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പൊതുവെ പറയും മനുഷ്യൻ 2 കാലം നടക്കാന്ന, അല്ലേ? ശരിയല്ലേ? എല്ലാവരും പറയും ഒരു കാലം കുത്തുള്ളൂ, ഒരു കാലം കുത്തുമ്പോൾ ഒരു കാലം കുത്തി പിടിച്ചിരിക്കുക. ഒരേ സമയത്ത് 2 കാലം കുത്തിയിട്ട് നടക്കാൻ പറ്റുമോ? ഒരു കാലം നമ്മൾ കുത്തുന്നുള്ളൂ, ഒരു കാലം കുത്തിയാണ്, ഒരു കാലം കുത്തുമ്പോ ആ പൊക്കി പിടിച്ച കാലം വീണ്ടും കുത്തുമെന്ന വിഷയത്തിൽ നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അതിനു മുമ്പേ മറിഞ്ഞു വീഴാം, കുഴഞ്ഞു വീഴാം, തീരാം. ഇത്രയുള്ള നമ്മുടെ ആയുസ് വളരെ 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 ചെറുതാണ്, വളരെ ചുരുങ്ങിയതാണ് നമ്മുടെയൊക്കെ ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് നാം ഓരോരുത്തരും പ്രത്യേകിച്ച്
പരിശുദ്ധ റമദാനിൽ എന്താ ചെയ്തതെന്ന് ശരിക്കും നമ്മൾ ആലോചിക്കണം. റമദാനിന്റെ പോലീശ ശവ്വാലിനുണ്ടോ? ഇല്ല. ഈ മാസം ചെയ്താൽ കിട്ടുന്ന കൂലി അടുത്ത മാസം ചെയ്താൽ ഈ മാസത്തിന്റെ കൂലി നമുക്ക് കിട്ടുമോ? കിട്ടുകയില്ല. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ എന്ത് ചെയ്തു? ഖുർആൻ ഇറങ്ങിയ മാസമായിരുന്നു. ഈ വിശുദ്ധ ഖുർആൻ ഈ റമദാനിൽ സഹോദരങ്ങളെ ഒരു ഖത്തം ഓതി തീർത്ത് എത്ര ആളുകളുണ്ടോ? ഒന്ന് കൈമുക്ക്, ഞാൻ ഒന്ന് കാണട്ടെ. മാഷാ അല്ലാഹ്. ഒന്ന് ഉണ്ടാവും. വളരെ ചുരുങ്ങി ഇത്ര ആളുകൾ പള്ളിയിൽ 3-4 ആളുകളാ കൈമുട്ടിയത്. ഒന്ന് ആലോചിക്കുക. ഖുർആൻ ഇറങ്ങിയ മാസം നമുക്ക് നഷ്ടായോ? ഞാൻ പറഞ്ഞു ഖുർആനെ കുറിച്ചാണ് ഒരു ഹുത്തുബയിലൂടെ പറഞ്ഞതാ. ഖുർആൻ അത് ഖത്തം ഓതേണ്ട മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ദൗറ ചെയ്യിപ്പിച്ച മാസമാണ്. സ്വഹാബത്ത് ദൗറ ചെയ്യാൻ ബുദ്ധിമുട്ടിയ മാസമാണ്. അവ ഖുർആൻ ഒരു ഖത്തം പോലെ റബ്ബിന്റെ കലാമിനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഓതൂലേ. അവ ഖുർആൻ ഓതാത്ത ആളുകൾ ഖുർആൻ ഇറങ്ങിയ മാസം നഷ്ടമാണോ ലാഭമാണോ? ചിന്തിച്ചോ. ഈ ഒരു മാസക്കാലം നമ്മൾ നോമ്പെടുത്തു. പ്രവാചകൻ പറയാൻ നാളെ പരലോകത്ത് കുറെ ആൾക്കാർ വരും, നോമ്പുകാരാണ്. പക്ഷെ അവരുടെ നോമ്പ് പട്ടിണി കിടക്കൽ മാത്രമായി. ആമാശയത്തെ പട്ടിണി കിടലല്ലല്ലോ നോമ്പ്. സുബഹി മുതൽ മഗ്‌രിബ് വരെ തിന്നില്ല കുടിച്ചില്ല നോമ്പാവോ? നോമ്പാവൂല. ഒരു നോമ്പുകാരൻ പാലിക്കാൻ ഒരുപാട് മര്യാദകളുണ്ട്. അവന്റെ കണ്ണിന് നോമ്പായിരിക്കണം, കാലിന് നോമ്പായിരിക്കണം, അവന്റെ സംസാരത്തിന് നോമ്പായിരിക്കണം, അവന്റെ കൈകാലുകൾക്ക് നോമ്പായിരിക്കണം. ഇങ്ങനെ ഒരു നോമ്പുകാരൻ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിക്കുക. എങ്കിലേ നോമ്പിന്റെ പ്രതിഫലം കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ നോമ്പിന് പ്രതിഫലം ഉണ്ടോ? അതോ ഈ റമദാൻ പട്ടിണി കിടക്കൽ മാത്രമായോ? പരലോകത്തെടുപ്പോ സ്വർഗത്തിന് ഒരു കവാടമുണ്ട്, അതിന്റെ പേര് റയ്യാൻ എന്ന. നോമ്പുകാരായ ആളുകളെ വിളിപ്പല്ലാവോ. എന്നിട്ട് ആ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ കയറി കഴിയുമ്പോൾ അടക്കും. ഇനി ഞാൻ നിങ്ങൾ ചിന്തിക്കണം, ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? നോമ്പുകാരന് 2 സന്തോഷത്തിന്റെ അവസരങ്ങൾ. ഒന്ന്, ദുനിയാവിൽ നോമ്പ് തുറന്നപ്പോൾ അത് നമുക്ക് കിട്ടി. രണ്ടാമത്, നാളെ മറയില്ലാതെ അള്ളാഹുവിനെ കാണാനുള്ള ഒരു അവസരമാണ്. ചിന്തിക്ക്, എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെ കാണാനും മാത്രം നന്മകൾ ഈ പരിശുദ്ധ റമദാനിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കുക. നമസ്കാരം, എന്റെ ഫർദ് നമസ്കാരം ഈ റമദാനിൽ എങ്ങനെയായിരുന്നു? എന്റെ റവാത്തിബ് നമസ്കാരം ഈ റമദാനിൽ എങ്ങനെയായിരുന്നു? എന്റെ രാത്രി നമസ്കാരം ഈ റമദാനിൽ എങ്ങനെയായിരുന്നു? മൻ ഖാമ റമദാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി റമദാനിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവെന്ന എന്റെ പാപം പൊറുപ്പിക്കാൻ ഈ പരിശുദ്ധ റമദാനിന്റെ രാത്രിയിലൂടെ, രാത്രി നമസ്കാരത്തിലൂടെ എനിക്കും നിങ്ങൾക്കും സാധിച്ചുവോ എന്നത് നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. സക്കാത്ത് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണം. എത്ര ആളുകളാണ് ഈ റമദാനിൽ തന്റെ സമ്പത്തിനെ ശുദ്ധീകരിച്ചത്? പരിശുദ്ധ റമദാൻ സ്വതക്കയുടെ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ നേരത്തെ ഒരു കടക്കാരനാണ്. മനസ്സിലായോ? മരിക്കാൻ കിടക്കുമ്പോൾ തന്നെ പണയം ജൂതന്റെ അടുക്കൽ പണയം വെച്ചിരിക്കുക. ആ പ്രവാചകനും സ്വഹാബത്തും റമദാനായാൽ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനേക്കാൾ വേഗത്തിൽ ദാനം ചെയ്യുന്ന, സുബ്ഹാനല്ലാഹ്, ഉണ്ടായിട്ടല്ല, ദാനം ചെയ്യാൻ ഒരു മനസ്സായിരുന്നു അത്. അല്ലെ? നമ്മുടെ പള്ളിയിൽ തന്നെ നോമ്പ് തുറയുമായി സഹകരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതൊരു മനസ്സാണ്. സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മനസ്സാണ്. നമ്മുടെ പള്ളിയിൽ ഈത്തപ്പഴം കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു ദിവസം നോമ്പ് തുറപ്പിച്ച ആളുകളുണ്ട്. 2 ദിവസം നോമ്പ് തുറപ്പിച്ച ആളുകളുണ്ട്. നോമ്പ് തുറക്കാൻ നേരത്ത് കഞ്ഞി കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകളുണ്ട്. നാരങ്ങ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകളുണ്ട്. ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് പൈസയായി, അതല്ലെങ്കിൽ ഈത്തപ്പഴമായി, മറ്റ് വിഭവങ്ങളായി, അങ്ങനെ എന്തെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതൊരു മനസ്സാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിലെ അക്കാര്യത്തിലൊക്കെ വളരെ സന്തോഷകരമാണ്. നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റ് അസ്രഫ് സാഹിബ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധനവും നൽകണം റഹ്മാനേ. ആത്മാർത്ഥമായ ഉള്ളു തുറന്ന പ്രാർത്ഥനയാണ്. അദ്ദേഹം ഒരു കച്ചവടം ചെയ്ത് ജീവിക്കുന്ന സഹോദരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൊടുത്തിട്ടില്ലെങ്കിലും മാന്യമായ നിലയ്ക്ക് അദ്ദേഹത്തിന് സമ്പത്ത് നൽകി. ഒരുപാട് പാവങ്ങളുടെ വീട്ടിൽ എല്ലാ മാസവും മുടങ്ങാതെ അദ്ദേഹം തന്റെ സ്ഥാപനത്തിൽ നിന്ന് പലചരക്ക് കിറ്റുകൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്നു. ചെറിയ കാര്യമാണോ? വർഷങ്ങളായി ഈ പള്ളിയുടെ സെക്രട്ടറി കാസരിക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഈ പള്ളിയുടെ ആവശ്യമുണ്ടായാൽ, സാമ്പത്തികമായ ചെലവ് വരുമ്പോ നമ്മൾ മെമ്പറിൽ നിന്ന് പറയുക, ഇന്നൊരു ആവശ്യമുണ്ട്, ഇന്ന സംഗതി ഇവിടെ ചെയ്യണം, അതിന് ഇത്ര എമൗണ്ട് വരും, നിങ്ങൾ സഹകരിക്കണം. നമ്മുടെ വെള്ളിയാഴ്ച പിരിവുകൊണ്ട് അവിടെ എത്തൂല. അപ്പൊ സെക്രട്ടറിയോട്, പ്രസിഡന്റിനോട്
നമുക്ക് അങ്ങനെ നോക്കാം. എത്രയാണോ കിട്ടിയത് ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം കൊടുക്കാൻ. അതൊരു മനസ്സാണ്. ഓരോരുത്തരും ആലോചിക്കണം, ഈ റമദാനിൽ ഞാൻ സ്വതക്ക ചെയ്തത് എത്രയാണ്, ഞാൻ നൽകിയത് എത്രയാണ്, എനിക്ക് എന്താണോ അള്ളാഹു നൽകിയത് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞോ? പെരുന്നാൾ 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാ. എന്റെ ഭാര്യയ്ക്ക് ഞാൻ വസ്ത്രം എടുത്തപ്പോ, എനിക്ക് ഞാൻ പുതുവസ്ത്രം വാങ്ങിയപ്പോ, എന്റെ കുടുംബത്തിലെ മക്കൾക്ക് ഞാൻ വസ്ത്രം വാങ്ങിയപ്പോ, ഒരു യതീമിന് 1 ജോഡി വസ്ത്രം വാങ്ങി കൊടുക്കാൻ ഈ റമദാനിൽ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞോ? ഒരു ചെരുപ്പ് വാങ്ങി കൊടുക്കാൻ 500 രൂപ മതി. ഒരു പാവപ്പെട്ടവന് ഒരു പുതിയ ഷർട്ട് വാങ്ങി കൊടുക്കാൻ 500 രൂപ കൊടുത്താൽ മാന്യമായ നല്ല ബ്രാൻഡ് നല്ല ഷർട്ട് കിട്ടും. 700 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ജീൻസ് ഒരു യതീംകുട്ടിക്ക് വാങ്ങി കൊടുക്കാം. കൊടുത്ത എത്ര സഹോദരനുണ്ട്, എത്ര സഹോദരിയുണ്ട്? ഈ ചോദ്യം ഞാൻ എന്നോടാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് എന്നോടാണ്, എന്നോട് മാത്രമാണ്. എന്നെ തന്നെ ഉദ്ദേശിച്ചാൽ എന്റെ നേരെ വരെ ചൂണ്ടിയിട്ട് ഈ ചോദ്യം അവരോടല്ല, അയാളോടല്ല, ഇയാളോടല്ല, എന്നോട്. ഇത് കൊള്ളേണ്ടത് നമ്മുടെ ഓരോരുടെയും ഉദ്ദേശിച്ച്. ഒരു പാവപ്പെട്ടവന് വസ്ത്രം വാങ്ങിക്കൊടുത്തവൻ, സ്വതക്ക ചെയ്തവൻ, ഒരു പാവപ്പെട്ടവന് നോമ്പ് തുറപ്പിച്ചവൻ, ഒരു യതീം മക്കൾക്ക്, ഒരു വിധവക്ക്, പ്രായം ചെന്ന രോഗികളായ ആളുകൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങി കൊടുക്കാൻ ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് അള്ള തന്നതല്ലേ, നമ്മളാരും കൊണ്ടുവന്നതല്ലോ. പോകുമ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അള്ള ചോദിക്കണം, അള്ളാഹ്ക്ക് നല്ലതായ കടം കൊടുക്കാൻ നിങ്ങൾ ആരാ തയ്യാറുള്ളത്? അള്ളാഹ്ക്ക് പൈസ ആവശ്യമില്ല. അള്ളാഹ് എല്ലാവർക്കും പൈസ കൊടുക്കുന്ന ആളാ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അതിങ്ങനെ നിർത്താതെ വാരിക്കോരി കൊടുത്താലും അള്ളാഹുവിന്റെ ഖജനാവ് കാര്യാവൂല. അള്ളാഹു ധന്യനാണ്, നിങ്ങൾ ഫഖീറാണ്, നിങ്ങൾ ദരിദ്രന്മാരാണ്. അള്ളാഹു സമ്പന്നനാണ്. നമ്മൾ പൈസ കൊടുത്തിട്ട് വേണ്ട അള്ളാഹ്ക്ക്. പക്ഷെ അള്ളാഹ് ചോദിക്കണ്, ആരാണ് അള്ളാഹുവിന് നല്ലതായ കടം കൊടുക്കാനുള്ളത്? ഇരട്ടിയാക്കി തരും അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത്. അത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ നമ്മൾ ചെലവഴിച്ചാൽ അള്ളാഹു അതിന് കൂലി തരാം. എത്ര കാര്യം നമ്മുടെ പൈസ അല്ല, പടച്ചോ തന്നത്. എന്നിട്ട് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് നല്ല കാര്യങ്ങൾ ചെലവഴിച്ചാൽ അള്ളാഹു അതിന് കൂലി തരിക, അതിന് ഇരട്ടി കൂലി തരിക. റമദാനാകുമ്പോൾ അതിന് ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂലി തരിക. നിങ്ങൾ അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ എത്ര ആളുകൾക്ക് സാധിച്ചു? എത്ര ആളുകളുണ്ട് റമദാനിൽ ദിക്ർ ചൊല്ലിയവർ? രാവിലെ ചൊല്ലേണ്ട ദിക്ർ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്ർ, പരിശുദ്ധ റമദാനിലൊക്കെ കിട്ടുന്ന കൂലി എത്രയാണ്? ഈ റമദാനിൽ ദിക്റുകൾ കൊണ്ട് നാവിന് റെസ്റ്റില്ലാതെ, വിശ്രമമില്ലാതെ, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ രാത്രിയെ ജീവിപ്പിച്ച് കാണിച്ചു തന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകൾ അല്ലാഹുവിന്റെ മുന്നിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു പറയും. ജീവിതത്തിൽ സംഭവിച്ചു പോയതൊക്കെ റബ്ബിനോട് ഏറ്റു പറഞ്ഞിട്ട്, റബ്ബേ അള്ളാഹുവിന്റെ മുന്നിൽ ഇരുന്നൊന്ന് കരയാൻ, ഒറ്റയ്ക്കിരുന്ന് കരയാൻ. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നരകം ഹറാമാണ്. ആ ബോഡി നരകം തിന്നൂലെന്നാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഈ പരിശുദ്ധ റമദാനിൽ ഒറ്റയ്ക്കിരുന്ന് കരയാൻ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ ടെന്റ് കെട്ടിയിട്ടായി ഇരിക്കാതിരിക്കുക. ഒറ്റക്കായിരിക്കാം, ഒറ്റക്ക് ലൈറ്റൊക്കെ ഓഫാക്കി ഇരുട്ടത്ത് പള്ളിയിൽ വന്ന് ഒറ്റക്കിരിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. ഏങ്ങി കരയുകയാണ് പ്രവാചകരും സ്വഹാബത്തും. എവിടെ? അള്ളാഹിന്റെ പള്ളിയിൽ ഇരുന്നിട്ട്. ആരോടാ എണ്ണിപ്പെറുക്കിയത്? ആരോടാ സങ്കടം പറഞ്ഞത്? അള്ളാഹിനോടാ പറഞ്ഞത്. അള്ളാഹിന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞു. ഈ റമദാനിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇരുന്ന് കരയാൻ ഒരു തവണയെങ്കിലും കരയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ റമദാൻ നമുക്ക് നഷ്ടമായി. നമ്മൾ കരഞ്ഞു. എപ്പോഴെന്നറിയോ? ഉമ്മാനെ ഐസിയുവിൽ കിടത്തിയപ്പോ, വാപ്പയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന് പറഞ്ഞപ്പോ, ഹോസ്പിറ്റലിന്റെ വരാതിൽ ഇരുന്ന് കരഞ്ഞവരുണ്ട്. സാമ്പത്തികമായി ഇടങ്ങേറാൻ അനുഭവിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉള്ളുകൊണ്ട് തേങ്ങിക്കരഞ്ഞ ആളുകളുടെ നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹുവിന്റെ മുന്നിൽ ഇരുന്ന് പരലോകത്തെ കുറിച്ച് ഓർത്ത്, നാളത്തെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ എത്ര ആളുകളാണ് ഈ പരിശുദ്ധ റമദാനിൽ നമ്മളിലുള്ളത്? ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വം നമുക്കറിയാം. സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. റമദാനാവുമ്പോൾ വെള്ളിയാഴ്ചയുടെ പോരിശ വീണ്ടും കൂടുകയാണ്. എന്റെ പ്രവാചകൻ, എനിക്ക് മാതൃക കാണിച്ച പ്രവാചകൻ, എനിക്ക് വഴി കാണിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ സഞ്ചരിച്ച മാർഗത്തിലൂടെ ഞാനും സഞ്ചരിക്കണം. ആ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് എനിക്ക് ചേർത്ത് വെക്കണം. ഞാൻ എന്റെ ഉമ്മയേക്കാളേറെ, വാപ്പയേക്കാളേറെ, എന്റെ ഭാര്യയേക്കാൾ, മക്കളേക്കാളേറെ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ പ്രവാചകനെയാണെങ്കിൽ ആ പ്രവാചകന്റെ പേര്
നരകമോചനത്തിന്റെ മാസമാണ്, സ്വർഗപ്രവേശനത്തിന്റെ മാസമാണ്. എത്ര ആളുകൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും? എത്ര ആളുകളാണ് അതിനുവേണ്ടി അല്ലാഹുവോട് തേടിയത്? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിച്ചു? എല്ലാവരും ഉറങ്ങുമ്പോൾ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണ്ടേ. വസല്ലു ബില്ലൈലി വന്നാസു ലിയാ തദ്ഖുലുൽ ജന്നത ബിസലാം. ലോകം ഉറക്കത്തിലേക്ക് ആണ്ടുപോകുമ്പോ, സുഖനിദ്രയിൽ ആണ്ടുപോകുമ്പോ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകൾ അവരാണ് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റമദാൻ, അടുത്ത റമദാൻ വരെയുള്ള പാപങ്ങൾ പൊറുക്കുന്ന, ഒരു കൊല്ലത്തെ പാപം പൊറുക്കാൻ അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാൻ ഇലാ റമദാൻ മുകഫിറാതു മാ ബൈനഹുന്ന ഇദാ ജുനിബത്തിൽ കബായിർ. 5 വഖത്ത് നിസ്കാരങ്ങൾ ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ അതിനിടയിലുള്ള ചെറുപാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുതരും. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ജീവിച്ചു, ഈ റമദാനിൽ നമ്മൾ ജീവിച്ചു. ഈ 2 റമദാനിന്റെ ഇടയിൽ ഒരു കൊല്ലം ചെയ്തു കൂട്ടിയ പാപങ്ങൾ പൊറുക്കപ്പെടാനും മാത്രം നന്മയുള്ള മനസ്സിന്റെ ഉടമകളായി ഈ പരിശുദ്ധ റമദാനിൽ എനിക്ക് മാറാൻ കഴിഞ്ഞുപോയി എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. തൗബയുടെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്. തീരുന്നത് ഇനിയില്ല. എത്ര ആളുകളാണ് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് ജീവിതത്തിൽ പറ്റിപ്പോയത്? ഇതൊക്കെയാണ് ഒരു മനുഷ്യരോട് പറയാൻ കൊള്ളില്ല. എന്തെല്ലാം തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി, എന്തെല്ലാം പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി. എത്ര പാപമുണ്ടെങ്കിലും, എത്ര പാപം നമ്മൾ മനസ്സിലാക്കണം. പാപം ചെയ്ത എന്നാൽ ശരി, നീ നരകത്തിൽ പോയിക്കോ, അങ്ങനെയല്ല അല്ലാതെ തീരുമാനം. അതിനൊക്കെ ഒരുപാട് വഴികളുണ്ട്. ഫിദിയയുണ്ട്, കഫാറത്തുണ്ട്, തൗബയുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. എത്ര വഴികളാണ് രക്ഷപ്പെടാൻ, എത്ര വഴികളാണ്, എത്ര അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും. ആരും നല്ല ഗുണം തടയണ്ട. നമ്മളൊക്കെ ഒരുപാട് ദൗർബല്യങ്ങളുള്ള, വീക്ക്നെസ്സുകളുള്ള, കുറവുകളുള്ള, ന്യൂനതകളുള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ഇറക്കി വെക്ക്. മനസ്സിന്റെ ഭാരമൊക്കെ പോയിട്ട് ആരുടെ മുന്നിൽ? അല്ലാഹുവിന്റെ മുന്നിൽ. എത്ര പാപം ചെയ്തവരും കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. ഏത് പാപിക്കും അവസരം ഉണ്ടെന്നാണ് അല്ലാഹു വിളിക്കുകയാണ്. കുൽ നബിയെ പറ, ഓതിക്കൊടുക്കുക, യാ ഇബാദ്, എന്റെ അടിമകൾക്ക്. ഓക്കെ, അല്ലാഹു വിളിക്കുകയാണ്, യാ ഇബാദ്, എന്റെ അടിമകളെ. എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിരികവിഞ്ഞ അക്രമം പ്രവർത്തിച്ചു പോയ പാപികളായ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സന്തോഷ വാർത്ത അറിയിക്കുന്നത് നോമ്പ് പിടിച്ച ആൾക്കാർക്കല്ല, നിസ്കരിച്ചവർക്കല്ല, ഖുർആൻ ഓതിയവർക്കല്ല, കുറെ നന്മ ചെയ്ത മനുഷ്യന്മാർക്കല്ല. പിന്നെയോ ഒരു നന്മ ചെയ്യാത്ത പാപികളായ, അക്രമികളായ ആളുകൾക്കുള്ള സന്തോഷ വാർത്ത. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം. ഈ പാപികൾ അല്ലാഹു വിളിച്ചതെങ്ങനെ? പാപികളെ എന്നല്ല, ഈ പാപികൾ അല്ലാഹു വിളിച്ചതെങ്ങനെ? യാ ഇബാദ്, എന്റെ അടിമകളെ. ആരെ വിളിക്കുന്നത്? റമദാനിൽ 30 ദിവസം നോമ്പെടുത്ത ആൾക്കാരല്ല, പാപം ചെയ്ത അക്രമികളായ ആളുകൾ അല്ലാഹു വിളിക്കുകയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിരികവിഞ്ഞ അക്രമം പ്രവർത്തിച്ചു പോയ പാപികളായ എന്റെ അടിമകളെ. ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, നിരാശ വേണ്ട. അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ ആശ അറ്റുപോകാൻ പാടില്ല, പ്രതീക്ഷകൾ അസ്തമിക്കാൻ പാടില്ല, നിരാശ വേണ്ട. കാരണം ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യഗ്ഫിറു, അവൻ പൊറുക്കുന്നവനാണ്, അദ്ദുനൂബ, പാപങ്ങളെ, ജമീഅ, മുഴുവനായും. മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അല്ലാഹു തയ്യാറാണെങ്കിൽ പിന്നെ ചോദിക്കാൻ നമ്മൾ എന്തിനാണ് വിളിച്ചിട്ടുള്ളത്? ഇന്നലെ ഒരു ജീവിതത്തിൽ സംഭവിച്ചു പോയതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുതൽ. അല്ലാഹു നമുക്ക് പുറത്തെങ്കിലോ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നവരായിരിക്കണം. ശരിക്കും ആലോചിക്കണം. മറ്റുള്ളവരോട് പകയും വിദ്വേഷവും കുശുമ്പും ഇന്നും നിന്റെ മനസ്സിലുണ്ടോ? ഈ റമദാനൊക്കെ നഷ്ടായി. ഇന്നും നിന്റെ മനസ്സിൽ മറ്റുള്ളവരോട് കുശുമ്പുണ്ടോ? അല്ലാഹു നിനക്ക് പുറത്തില്ല. അല്ലാഹു നിങ്ങളുടെ പാപം നിങ്ങൾക്ക്
നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നവരായിരിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവിയെ സംബന്ധിച്ച് ഒരു അപവാദം ഉണ്ടായി, ഒരു വ്യഭിചാര അപവാദം ഉണ്ടായി. മാസങ്ങളോളം നീണ്ടു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമായി. പ്രവാചകന്റെ ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, വിശ്വാസികളുടെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരെ പോകും, ഭാര്യയോട് മിണ്ടുന്നില്ല. ആ പെണ്ണിന്റെ മാനസിക അവസ്ഥ എന്തായിരിക്കും? അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കി. ആയിഷ ബീവിയുടെ നിരപരാധിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ചു. ആയിഷ ബീവി നിരപരാധിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കി. ആ സമയത്ത് ഈ അപവാദ പ്രചരണം നടത്തിയ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആ മനുഷ്യനെ ചെല്ലും ജലവും കൊടുത്തത്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ആ മനുഷ്യന്റെ സകല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ മോളെ കുറിച്ച്, പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച്, വിശ്വാസികളുടെ മാതാവിനെ കുറിച്ച് ഇങ്ങനെ അപവാദം ഉണ്ടായപ്പോൾ ഒന്നും മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹവും അതിൽ പങ്കുചേർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല, ഒരക്ഷരം കിട്ടിയില്ല. കാരണം സത്യാവസ്ഥ അറിയില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫുൾ ആ മനുഷ്യന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ഫുൾ ചെലവ് കൊടുത്തിട്ട്, എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളെ കുറിച്ച്, ആയിഷ ബീവിയെ കുറിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ ഈ മനുഷ്യനും അതിൽ ചേർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. നിരപരാധിത്വം തെളിയിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പം വേണ്ടി ഞാൻ ഒരിക്കലും മനുഷ്യനെ പുറത്തു കൊടുക്കില്ല, അത് എത്രയൊക്കെ ഞാൻ ചെയ്തു. ആ മനുഷ്യന്റെ ഒരു കാര്യമില്ല, മുഴുവൻ കാര്യം ഞാൻ ചെയ്തു കൊടുത്ത്. എന്നിട്ട് എന്റെ മോളെ കുറിച്ച് അവൻ നാട്ടുകാരുടെ കൂടെ ചേർന്ന് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി. അപ്പോൾ ഞാനിനി അത് ആ മനുഷ്യനെ പുറത്ത് കൊണ്ടുകൊടുക്കില്ല. അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കി. നിങ്ങൾ തെറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കാൻ, പുറത്തു കൊടുക്കാൻ തയ്യാറാകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ ചിരിച്ചു, ഞാൻ തയ്യാറാണ് മാപ്പ് കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പുറത്തിറങ്ങി നമ്മുടെ മനസ്സിൽ ഒരാളോട് ദേഷ്യം കാണില്ല. ഒറ്റ സംഭവം കൂടി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങേക്കുണ്ടായ ഏറ്റവും വലിയ വിഷമ അവസ്ഥ, വിഷമഘട്ടമേലായിരുന്നു, അങ്ങ് അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസമേലായിരുന്നു എന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണമാണോ, അബൂ ത്വാലിബിന്റെ മരണമാണോ? പ്രവാചകന് വലിയ സംരക്ഷണം നൽകിയ ആളായിരുന്നു. ഒന്ന് പ്രവാചകന്റെ പിതൃവ്യനാണെന്ന് പ്രവാചകന്റെ ഭാര്യയാണ്. അവർ രണ്ടുപേരും മരണപ്പെട്ടപ്പോൾ പ്രവാചകന്റെ രണ്ട് ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെയായി പ്രവാചകൻ. മക്കയിൽ പ്രവാചകൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി. പ്രവാചകന്റെ ഏകാപ്പമാര് താമസിക്കുന്ന പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയാം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോ ഞാൻ എന്ത് ചെയ്തു? മക്കയിൽ നിന്ന് ഏകദേശം 10-65 കിലോമീറ്റർ ദൂരമാണ് എന്നാണ് ഓർമ്മ. ത്വായിഫിന്റെ മണ്ണിലേക്ക്, തന്റെ കുടുംബക്കാരുടെ ത്വായിഫിന്റെ മണ്ണിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി പ്രവാചകൻ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്റെ ഏകാപ്പമാര് പ്രവാചകനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ചന്തപ്പിള്ളരെ വിട്ടുകൊണ്ട് കല്ലെറിയിപ്പിക്കുകയാണ്. പ്രവാചകന്റെ പിന്നാലെ ആ ത്വായിഫിലെ ചെറിയ മക്കൾ പ്രവാചകന്റെ പിന്നാലെ കൂടി പ്രവാചകനെ കൂക്കി വിളിച്ച് പ്രവാചകനെ കല്ലെറിഞ്ഞ് പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് മുഴുവൻ രക്തം വാർന്നൊഴി. പ്രവാചകന്റെ പാദങ്ങളിൽ നിന്ന് രക്തം ത്വായിഫിന്റെ മണ്ണിൽ ഇറ്റി വീഴാൻ തുടങ്ങി. എഴുന്നേറ്റ് നിൽക്കാനുള്ള ആവുന്നില്ല പ്രവാചകൻ. വീണ്ടും പ്രവാചകനെ ഉപദ്രവിച്ചു. 10-40 നാഴിക പ്രവാചകൻ നിൽക്കാതെ ഓടി. ലോകത്തിന്റെ പ്രവാചകൻ അവസ്ഥയാണ്. ഓടി 14 ദിവസം പ്രവാചകൻ പട്ടിണിയായിരുന്നു. 14 ദിവസം പച്ചവെള്ളമല്ലാതെ ഒന്നും കിട്ടിയില്ല. ഓടിത്തളർന്ന പ്രവാചകൻ ഒരു വെള്ളം കുടിക്കാൻ ഒരു കിണറിന്റെ സമീപത്തേക്ക് പോകുമ്പോ അവിടുത്തെ കുട്ടികൾ വന്ന്, അവിടുത്തെ ആളുകൾ വന്ന് ആ കിണറിൽ മാലിന്യം കൊണ്ടുവന്നിട്ട് വെള്ളം കുടിക്കാതിരിക്കാൻ ആ കിണർ അവർ മോശമാക്കി കളഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ പറയണം. അങ്ങനെ പ്രവാചകൻ കല്ലേറുകൊണ്ട് ചോരയിൽ കുളിച്ചിരിക്കുമ്പോ അതിനിടയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന രംഗമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നബിയെ, എന്റെ കൂടെ പർവ്വതത്തിന്റെ മലക്കുണ്ട്. ഈ ജനങ്ങളെ, അങ്ങയെ കല്ലെറിഞ്ഞ് ആട്ടിപ്പായിച്ച ജനങ്ങളെ ഈ 2 മലകൾക്കിടയിൽ ഇട്ട് നശിപ്പിച്ചു കളയട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു ഗഫർ ലിഖൗമി ഫൈനഹും ലാ യഅലമൂൻ, അല്ലാഹു പുറത്തു കൊടുക്കണം. ഇതാ നമ്മുടെ നേതാവ്, ഈ പ്രവാചകന്റെ ഉമ്മത്താണ് നമ്മൾ. എന്നിട്ട് പ്രവാചകൻ പറയാ, അല്ലാഹു എനിക്ക് ഒരു അവസരം തന്നാ
ഞാൻ ആദ്യം ചോദിക്കുന്നത് ഈ ത്വായിഫിലെ ജനങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൽ എന്തായിരിക്കും? ഈ പ്രവാചകന്റെ അനുയായികളെ നമ്മൾ ആരോടാ സഹോദര മനസ്സിൽ വിദ്വേഷം കൊണ്ടുവന്ന് നടക്കുന്നത്? ഇന്ന് നന്നാകാത്ത മനസ്സ്, പകയുള്ള മനസ്സ്, കുശുമ്പുള്ള മനസ്സ്, വൃത്തികെട്ട മനസ്സ്, അത് നന്നാക്കാനാണ് പരിശുദ്ധ റമദാൻ. എന്റെയും നിങ്ങളുടെ ഹൃദയം നന്നായില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കില്ല. നമ്മുടെ അമലുകൾ മുഴുവൻ നഷ്ടമാണ്. അല്ലാഹ് നമുക്ക് കുറിച്ചില്ല. എത്ര പാപമോചനം തേടിയിട്ട് കാര്യമില്ല. റമദാൻ പാപമോചനത്തിന്റെ മാസം. അല്ലാഹുവോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവോട് പറയാം. ഒരാൾ നിസ്കരിച്ചില്ല, എന്തെങ്കിലും ഹറാം ചെയ്തു, കള്ളം പറഞ്ഞു, അല്ലാഹുവോട് തേടാ, അല്ലാഹ് പുറത്തരും. ഒരു വ്യക്തിയോടാണെങ്കിൽ, ആ വ്യക്തിയോടുള്ള വിദ്വേഷമാണെങ്കിൽ, ആ വ്യക്തിക്കെതിരെ പരസ്യമായി നാലാളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചാലല്ലാതെ അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരില്ല. അതുകൊണ്ട് റമദാൻ തീരുകയാണ്. 2 അല്ലെങ്കിൽ 3 ഇത്രയുള്ളൂ ഈ റമദാൻ നമ്മുടെ മുന്നിൽ ബാക്കി. അതുകൊണ്ട് എല്ലാവരോടും നമുക്ക് സ്നേഹമായിരിക്കണം. തുറന്ന മനസ്സ്, വിശാല മനസ്സ്, സുതാര്യമായിരിക്കണം നമ്മുടെ ഹൃദയം. ആരോടൊരു പകയില്ല, ആരോടൊരു വിദ്വേഷമില്ല. ആള് പലർക്കും നോക്കണ്ട. ഇന്ന് നാട്ടില് കറുപ്പും വെളുപ്പും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. കറുപ്പും വെളുപ്പും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നും നമ്മുടെ നാടിന്റെ അവസ്ഥ ഏതാണ്? നന്നാവൂല. ഇന്ന ആക്രമക്കും ഇന്നല്ലാഹി അത്തഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തമൻ ആരാന്നറിയോ? വെളുത്തവനല്ല, കറുത്തവനല്ല, സമ്പന്നനല്ല, ദരിദ്രനല്ല, തഖ്വയുള്ളവൻ. അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ, ഉത്തമൻ എന്ന് ഖുർആൻ പറയുന്നത്. ആ തഖ്വ ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്തു, നമ്മൾ വിജയിച്ചു. ഇല്ലേ, റമദാൻ നമുക്ക് നഷ്ടമായി. അതുകൊണ്ട് സ്വയം ഒരു വിചാരണ ചെയ്യുക. 2 രാവും പകലും നഷ്ടപ്പെടുത്തരുത്. 1 മണിക്കൂർ പോയിട്ട് 1 സെക്കൻഡ് പോലും നഷ്ടപ്പെടരുത്. ദുനിയാവിന്റെ പിന്നാലെയുള്ള ഓട്ടം കുറച്ച് സഹോദരങ്ങളെ, റമദാൻ തീരുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ വന്നിരുന്ന്, പള്ളിയിലിരുന്ന്, ഒറ്റയ്ക്കിരുന്ന്, മണിക്കൂറുകളിരുന്ന് കരയാനും പ്രാർത്ഥിക്കാനും കണ്ണുനീർ ഒലിപ്പിക്കാനും കണ്ണുനീർ കൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാനും നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 2-3 ദിവസം മുമ്പ് സ്വഹാബത്തിനോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഓർച്ചതാണ്. ആർക്കെങ്കിലും എന്നോട് പ്രതികാരം ചെയ്യണമെങ്കിൽ പ്രവാചകൻ കൊടുത്തു, ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിച്ചോ. നമ്മുടെ പ്രവാചകനാണ്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ, കടമുണ്ടെങ്കിൽ ചോദിക്കണം എന്നോട്. ഞാൻ മനുഷ്യനാണ്, മറന്നു നിങ്ങൾ ചോദിക്കണം, ഞാൻ തിരിച്ചു തരും. ഇങ്ങനെ ഓരോന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട്, ലോകത്തിന്റെ പ്രവാചകൻ കുപ്പായ ഊരി കൊടുത്തിട്ട് പുറകാണിച്ചിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ അടിച്ചോ, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഞാൻ ആരെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടോ, ഇതാ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം, നിങ്ങൾക്കത് തിരിച്ചു ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പായം ഊരി കാണിച്ചു കൊടുത്ത ലോകത്തിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയോ നമുക്ക്? അതിനുള്ള വിശാലതയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടോ? ഉണ്ടാകണം. കാരണം എന്താണെന്നറിയോ? മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ളവർക്ക് അതൊക്കെ വേണം. ഒരാളെ നമ്മൾ വേദനിപ്പിക്കരുത്, ഒരാളെ നമ്മൾ പ്രയാസപ്പെടുത്തരുത്. നമ്മുടെ അമലുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ, പരിഗണിക്കാതെ, പാപങ്ങൾ പുറത്തു തരാതെ മാറ്റിയിടുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അടുത്ത പ്രത്യേകം വിളിച്ചു പറയാണ്, ഇവിടെ കമ്മിറ്റിയുടെ തീരുമാനമാണ് 1.5 മണിക്ക് കുത്തുബ നിർത്തണമെന്നുള്ളത്. പലർക്കും ഞാൻ കാരണമുണ്ടായ ഒരു പ്രയാസമാണ്. ഞാനിവിടെ വന്നിട്ട് ഞാൻ 2 വർഷത്തെ എഗ്രിമെൻ്റാണ് നമ്മുടെ പ്രസിഡന്റ് അഷ്റഫ് സാഹിബുമായി ഈ പള്ളിയിൽ വരുമ്പോൾ 2 വർഷത്തെ എഗ്രിമെൻ്റ് ആയിരുന്നു. 2 വർഷം കഴിഞ്ഞ് വീണ്ടും അഗ്രിമെന്റ് വാക്കാനുള്ള ഒരു കരാറാണ്. അതിപ്പോൾ 3 വർഷമായി. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞ് ഒരു 2 മാസം കൂടിയായിരിക്കും ഞാൻ അല്ലാഹു ആയുസ് തന്നാൽ ഈ മിമ്പറിൽ ഉണ്ടാവുക.
എഗ്രിമെന്റിന്റെ കാലാവധി കഴിഞ്ഞത് പുതുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനിടയിൽ ഒരാളായിട്ടും ഇവിടെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ആകെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ സമയം ഞാൻ പാലിച്ചില്ല. ഞാൻ അതിൽ നിങ്ങളോട് തുറന്നു പറയുകയാണ്. എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്, അത് ഞാൻ സമ്മതിക്കുകയാണ്. എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പൊരുത്തപ്പെട്ട് തരണം. ഇൻഷാ അല്ലാഹ് റമദാൻ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ സമയമെടുത്തത്. അടുത്ത വെള്ളിയാഴ്ച മുതൽ കൃത്യം 1:30 മണിക്ക് നമ്മുടെ നമസ്കാരവും എല്ലാം അവസാനിക്കുന്ന രൂപത്തിൽ നമ്മളത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ റമദാനിൽ ഇപ്പൊ ഈ ഇന്നലെ ഏതോ ഒരു പുതിയ സിനിമ റിലീസായി. അപ്പൊ ആ റിലീസാകുന്നതിന്റെ തലേ ദിവസം ഞാൻ തറാവീഹ് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ജംഗ്ഷനിൽ വെച്ച് ഒരു സുഹൃത്തിനെ കണ്ടു. ഒരു വിദ്യാർത്ഥിയാണ്. ആ സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിദ്യാർത്ഥി എന്നോട് പറയാണ്, നാളെ കേരളം കത്തും. എന്താണ് നമ്മുടെ നാട്ടിൽ എന്താണ് പ്രശ്നം? ഇവിടെ വല്ല വേറൊരു വിഷയമായി മുസ്ലിം വയ്യ എന്താണ് നാളെ പാട്ട് റിലീസാണ്, കേരളം കത്തണ ദിവസം. റമദാൻ മാസം അതിന് ഞങ്ങൾ നോമ്പ് പിടിച്ച് നോമ്പ് തുറന്ന് പിന്നെ തറാവീഹ് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സിനിമക്ക് പോയി. അല്ലാണ്ട് നിസ്കാരം മുടക്കിയില്ല. മുമ്പത്തെ അനുഭവം പറയും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അന്നിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലുള്ള തിയേറ്ററിലൊക്കെ ഭയങ്കര തിരക്ക്. അപ്പൊ ഇവിടെ ഭയങ്കര ആൾക്കൂട്ടമുള്ള. അത് നാളെ 6:30 മണിക്കാണ് പണം തുടങ്ങുന്നത്. ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇന്ന് മകരിമയിൽ നോമ്പ് വന്നിട്ട് പോയിട്ട് ക്യൂ നിൽക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിവസത്തിൽ മുസ്ലിം കുട്ടികളടക്കം അവർ ഇശാന്റെ സമയത്ത് അവർ തിയേറ്ററിലാണ്, തറാവീഹിന്റെ സമയത്ത് തിയേറ്ററിലാണ്, അവർ ഇത്തികാഫ് ചെയ്യുന്നത് തിയേറ്ററിലാണ്, അവർ സുബഹിയുടെ സമയത്ത് തിയേറ്ററിലാണ്. 6:30 പണം തുടങ്ങുള്ളൂ. തലേന്ന് പോയിട്ട് ക്യൂ നിൽക്കണം. വളരെ കുറഞ്ഞ ടിക്കറ്റ് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓൺലൈൻ ബുക്കിംഗ് ആക്കാൻ. എങ്ങനെയുണ്ട്? അപ്പൊ പെരുന്നാൾ ആശംസകൾ റമദാനിൽ നേടിയെടുത്തത് എല്ലാം തീരും ഈ ഒരൊറ്റ ആശംസ കൊണ്ട്. എല്ലാം നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അത് ഉണ്ടാകരുത് നമ്മളെ. അതാണ് ഞാൻ പറഞ്ഞതിന്റെ പോലുള്ളത്. കുട്ടികളൊക്കെ മനസ്സിലാക്കാം. പെരുന്നാൾ നമ്മൾ ആഘോഷിക്കണം. എവിടെ? തിയേറ്ററിലല്ല, ഉമ്മാന്റെ കൂടെ, ബാപ്പാന്റെ കൂടെ, ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, പുറത്ത് ഹോട്ടലിൽ പോയി നിന്നിട്ടല്ല. ഉള്ളത് വീട്ടിൽ വെച്ച് സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ചേർന്ന് ഓരോരുത്തരും വന്ന് കയറിറങ്ങി തിന്നലല്ല. എല്ലാവരും വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ഇരുന്ന് വാപ്പ വന്ന്, മക്കള് വന്ന്, ഉമ്മ വന്ന് എല്ലാം, അല്ലെങ്കിൽ നമ്മൾ തിന്നു തുടങ്ങി ഉമ്മ ഓരോന്ന് കൊണ്ടുവന്നല്ല. ഈ റമദാനിൽ തന്നെ നമ്മൾ ആലോചിക്കും, നമുക്ക് വേണ്ടി നമ്മളെ പോലെ തന്നെ നോമ്പെടുത്ത് നമ്മളെക്കാൾ ശാരീരികമായ അവശതയാണ് നമ്മുടെ വീട്ടിലെ പെണ്ണുകൾ. എന്നിട്ട് നോമ്പ് തുറക്കാൻ എന്തൊക്കെ വിഭവങ്ങൾ അവർ നമുക്ക് വേണ്ടി ഒതുക്കി തന്നു. നമുക്കൊരു ചിന്ത. പെരുന്നാളിന് എല്ലാവരും ഒന്നിച്ചൊരു ടേബിളിൽ നിന്ന് സന്തോഷത്തോടെ മനസ്സ് തുറന്ന് മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ച്, അതാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കുക.